കാര്യമായ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ലാതെ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ബിസിനസ് പേജ് ഫേസ്ബുക്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വേണം. ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങളധികം പേർക്കും ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യാം. പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ പേജസിൽ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ പേജ് എന്ന് പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ കാറ്റഗറി, ബിസിനസ്സിൻ്റെ കാറ്റഗറി എന്താണെന്നുള്ളത് അവർ ചോദിക്കും. അപ്പം അത് കൃത്യമായിട്ട് നൽകുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റു കാറ്റഗറീസും സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്താണ് ബേസിക്കലി ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ നിങ്ങൾക്ക് ബയോയിൽ കൊടുക്കാവുന്നതാണ്. അതാകുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഒരു പേജ് വിസിറ്റ് ചെയ്യുന്ന ഒരു യൂസറിന് മനസ്സിലാവും എന്താണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, എന്താണ് ഈ ഒരു പേജ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും. ഇനി അടുത്തതായിട്ട് ഇവിടെ ക്രിയേറ്റ് പേജ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഗ്രീൻ ടിക്സ് ഒക്കെ കാണാം. ഇനി നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക്, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങൾ ഏതൊക്കെ അവേഴ്സാണ് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്കിവിടെ നൽകാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് പേജ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയും. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യുക, ഒരു കവർ ഫോട്ടോ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ലോഗോ ആണ് നമ്മൾ മെയിനായിട്ട് ബിസിനസ് പേജസിന് പ്രൊഫൈൽ പിക്ചറായിട്ട് നൽകാറ്. പിന്നെ ഒരു കവർ പേജ്, അതായത് ഒരു ബാനർ നിങ്ങളുടെ ബിസിനസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ പ്രൊഫൈൽ പിക്ചറിൻ്റെ ഡയമെൻഷൻ വരുന്നത് 170x170 ആണ്, പിക്സൽസിലാണ് കേട്ടോ. അതേപോലെ തന്നെ കവർ ഫോട്ടോയ്ക്ക് 820x312 പിക്സൽസ് ആണ് അതിൻ്റെ ഒരു റെക്കമെൻഡഡ് ഡയമെൻഷൻ വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ബിസിനസ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതായത് എബൌട്ട് സെഷനിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, കോൺടാക്റ്റ് ഇൻഫർമേഷൻ, വെബ്സൈറ്റ് ലിങ്ക്, മറ്റ് റിലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ, അതായത് CTA എന്ന് പറയും. നമ്മളിപ്പോൾ ബേസിക്കലി കാണുന്ന കോൾ നൗ, ഷോപ്പ് നൗ, കോണ്ടാക്ടസ്, ബുക്ക് നൗ, സൈൻ അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പേജിൽ കാണാം. അതെന്ന് പറയുന്നത് ഒരു ആക്ഷൻ എടുക്കാൻ ആളുകളെ വിളിക്കുന്ന ഒരു ബട്ടണാണല്ലോ അത്. അതുകൊണ്ടാണ് അതിനെ കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത്, CTA ബട്ടൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ പേജിന് ഒരു കസ്റ്റം URL കൂടെ ക്രിയേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് facebook.com/ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര്, അങ്ങനെ വരുന്ന രീതിയിൽ നിങ്ങൾക്കൊരു കസ്റ്റം URL പേജിന് വേണ്ടി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫേസ്ബുക്ക് പേജിന് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഓഡിയൻസിനെ, അതായത് നിങ്ങളുടെ പേജ് ഉപയോഗിക്കുന്നവർക്ക് എൻഗേജിങ് ആയിട്ടുള്ള രീതിയിലുള്ള കണ്ടൻറ്റ് വേണം നൽകാനായിട്ട്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ അപ്ഡേറ്റ്, പിന്നെ അതുപോലെ പ്രൊമോഷൻസ്, ബിഹൈൻഡ് ദി സീൻസ് കോണ്ടൻറ്റ്, കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ്, പിന്നെ നമ്മുടെ ഇൻഡസ്ട്രീനെ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ അത് അങ്ങനെ അതിൽ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്കിതിനായിട്ട് ഫോട്ടോസ് ഉപയോഗിക്കാം, വീഡിയോസ് ഉപയോഗിക്കാം, ലൈവ് സ്ട്രീം ചെയ്യാം, സ്റ്റോറീസ് ഇടാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കണ്ടൻറ്റ് കുറച്ചുകൂടി എൻഗേജിങ് ആക്കും ആളുകൾക്കിടയിൽ. ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് നിങ്ങളുടെ പേജിൻ്റെ ഓഡിയൻസ് നിങ്ങളുടെ ഒരു പോസ്റ്റ് ഒത്തിരി തവണ ലൈക്ക് ചെയ്തു, അതായത് ഓഡിയൻസിൽ കുറേ പേര് ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് ലൈക്ക് ചെയ്തു, കമൻറ്റ് ചെയ്തു, റിയാക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു പോസ്റ്റിനെ ഫേസ്ബുക്ക് അൽഗോരിതം ഫേവർ ചെയ്യും. അതായത് കൂടുതൽ പേരിലേക്ക് അത് എത്തിക്കും, നമ്മുടെ വിസിബിലിറ്റി കൂടും. അപ്പോൾ ഈ ഒരു അൽഗോരിതം ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ഹൈ ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ് കിട്ടുമ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ പബ്ലിഷിംഗ് ടൂൾസ് ആയിട്ടുള്ള ഷെഡ്യൂൾ പോസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അഡ്വാൻസ് ആയിട്ട് പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഡെയിലി ഇതിങ്ങനെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഒരു കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റിംഗ് ഷെഡ്യൂൾ ഇങ്ങനെ എപ്പോഴും ഓൺലൈനായിട്ടിരിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേജ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നിങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യാനായിട്ട് നിലവിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം ഈ ഒരു പേജ് ലൈക്ക് ചെയ്യാനായിട്ട്. അതുപോലെ നിലവിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ആവശ്യപ്പെടാം, നമ്മുടെ ഒരു പേജ് ഉണ്ട് അത് ലൈക്ക് ചെയ്യാനായിട്ട്. അതുപോലെ നിങ്ങളുടെ ഫോണിലെ കോൺടാക്ട്സിനോടൊക്കെ പേജ് ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബിസിനസ് പേജിൽ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഈ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുക്കുക. ഇമെയിൽ ന്യൂസ് ലെറ്റേഴ്സിലൊക്കെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഡീറ്റെയിൽസ് കൊടുക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള മറ്റ് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസിലും ഫേസ്ബുക്കിലെ പേജ് ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവിടെയുള്ള ഫോളോവേഴ്സിൻ്റെ അടുത്ത് ആവശ്യപ്പെടാവുന്നതാണ്. ഇതുപോലെ തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം ആണ് ഫേസ്ബുക്ക് ആഡ്സ് ചെയ്യാന്നുള്ളത്. ഒരു സ്പെസിഫിക് ആയിട്ടൊരു കുറച്ച് ഓഡിയൻസിനെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യണം. അവരുടെ ഡെമോഗ്രാഫിക്സ് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ, ബിഹേവിയറിനൊക്കെ ബേസിലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ചെറിയൊരു ബഡ്ജറ്റിൽ ആദ്യം ചെയ്യാം. എന്നിട്ട് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ആഡ്സ് റൺ ചെയ്ത് നോക്കുക. ഏത് ടൈപ്പ് ആഡാണോ നിങ്ങളുടെ ബിസിനസ്സിന് വർക്കാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇനി ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. ഫേസ്ബുക്ക് മെസ്സഞ്ചർ നിങ്ങളുടെ പേജിന് എനേബിൾ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമേറ്റഡ് റെസ്പോൺസസ് സെറ്റ് ചെയ്ത് വെക്കാം. ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് എപ്പോഴും നിങ്ങളുടെ പേജിൽ വരാറുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഓൾറെഡി ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഓട്ടോമേറ്റഡ് റെസ്പോൺസ് ആയിട്ട് അത് നൽകാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പോസ്റ്റിന് താഴെ വരുന്ന കമൻസിന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത്. ഇത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ടും കൂടുതൽ എൻഗേജ്മെൻറ്റിന് ആളുകളെ എൻകറേജ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. മേ ബി അവർ ഇഷ്ടപ്പെട്ടു ആ ഒരു പോസ്റ്റ് എന്നുള്ള രീതിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു താങ്ക് യു പറയുക, അല്ലെങ്കിൽ എന്താണോ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനൊരു റെസ്പോൺസ്. ബേസിക്കലി നമ്മൾ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നൽകേണ്ട ഇതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മാന്യമായ രീതിയിൽ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ ചെയ്യാവുന്ന കാര്യമാണ് കോൺടെസ്റ്റ് അല്ലെങ്കിൽ ഗിവ് അവേസ് ഒക്കെ റൺ ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ പേജിൻ്റെ എൻഗേജ്മെൻറ്റ് കൂട്ടാനായിട്ടും നിങ്ങളുടെ ഫോളോയിങ് ഗ്രോ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. കോൺടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക, ഗിവ് അവേ കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ നമുക്ക് ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അനലിറ്റിക് ടൂളാണ് ഫേസ്ബുക്കിൻ്റെ. അതായത് നിങ്ങളുടെ പേജ് എങ്ങനെ പെർഫോം ചെയ്യുന്നു, നിങ്ങളുടെ പെർട്ടിക്കുലർ പോസ്റ്റുകൾ എങ്ങനെ ആണ് ആളുകൾ കാണുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നൽകാനായിട്ട് ഈ ഒരു പേജ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എത്ര പേജ് വ്യൂസ് ആണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത്, എത്ര ലൈക്ക് കിട്ടി, എത്ര റീച്ച് ഉണ്ടായി, എത്ര എൻഗേജ്മെൻറ്റ്സ് ഉണ്ടായി, അതുപോലെ നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ഡെമോഗ്രാഫിക്സ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇൻസൈറ്റ്സ് നിന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഏത് ടൈപ്പ് പോസ്റ്റാണ് നിങ്ങളുടെ ഓഡിയൻസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ സ്ട്രാറ്റജി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അതുപോലെ പോസ്റ്റിംഗ് ടൈം ഏതാണ് ബെറ്റർ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ആഡ് ഗ്രൂപ്പിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഇൻസൈറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ നല്ല രീതിയിലുള്ള റിസൾട്ട്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ ലാസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൂടി നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളത്. ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ, ഫേസ്ബുക്കിൽ നിങ്ങളൊരു പെർട്ടിക്കുലർ പോസ്റ്റ് ഇട്ടെന്നുണ്ടെങ്കിൽ അതേ സമയം തന്നെ അത് ഇൻസ്റ്റഗ്രാമിലും വരും. അതുപോലെ നിങ്ങൾക്ക് ഈ 2 പ്ലാറ്റ്ഫോംസിലും ഒരേ ടൈമിൽ തന്നെ ആഡ്സ് റൺ ചെയ്യാനൊക്കെ ഇങ്ങനെ ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു പേജിലാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് റിലേറ്റഡ് ആയിട്ട് എന്താണോ നിങ്ങൾ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഓഡിയൻസിന് കൊടുക്കുക. എന്താണ് പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത് അവർക്ക് വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ സർവീസസ് ആണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ എന്ത് പ്രൈസാണ്, എന്താണ് നിങ്ങളുടെ ചാർജസ് എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് ആളുകളുമായിട്ട് എൻഗേജ് ചെയ്തിട്ട് ബിസിനസ് ഗ്രോ ചെയ്യുന്നതാണ് ഇത്തരത്തിൽ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഗ്രോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. പിന്നെ ഫേസ്ബുക്ക് ഷോപ്പ്, അതുപോലെ ഇൻസ്റ്റഗ്രാം ഷോപ്പൊക്കെ നിങ്ങൾ ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആവുന്നത്.